ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന നാട്ടില് ഞാൻ ഈ നാടൊക്കെ വിട്ട് ഇവിടുത്തെ സാധക സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ വിറ്റ് മറ്റൊരു കൊടുത്ത് താമസമാക്കി ആ പ്രദേശങ്ങളുമായുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇടപെടുകൊണ്ടിരിക്കുമ്പോൾ ആ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിയിൽ അവര് ആദരിക്കല് ഒരു യാത്രയപ്പ് ഒന്നിച്ചു കൂടൽ ക്ഷണിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നത് അത് വാക്കുകൾക്ക് അത് പറഞ്ഞ് പ്രകടിപ്പിക്കുക എന്നത് പഠനാത്മകമല്ല, വാക്കുകൾക്ക് അതീതമാണ്. അതിനെ നൊസ്റ്റാൾജിയ എന്നോ ഗൃഹാതുരത്വം എന്നോ എന്ത് വാക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സിന്റെ അകക്കണ്ണിനകത്ത് ഒരു അനുഭൂതി വരുന്ന ഒരു ആത്മസംതൃപ്തി അടങ്ങുന്ന വാക്കുകൾ പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക അനുഭവമായി മനസ്സിൽ കണ്ടതുകൊണ്ട് ഇന്നലെ ക്ഷണിച്ചതിന് ശേഷം ഇന്നിവിടെ എത്തുന്നത് വരെ എന്റെ മനസ്സിൽ അത് തന്നെയാണ്. ഞാൻ എന്താണ് ഇവിടെ നാട്ടിന് വേണ്ടി ചെയ്തിരിക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും എന്റേതായ ചില കയ്യൊപ്പുകളൊക്കെ ഇവിടെ ഉണ്ടാകും. ഉദാഹരണം, ഈ ആഫീസ് തന്നെ, ഈ ആഫീസിന്റെ കയ്യൊപ്പ് ഉണ്ടാകും. മുമ്പുള്ള ആളുകൾക്ക് അറിയാം. കാരണം ഈ സ്ഥലം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി കുഞ്ഞുകുട്ടികൾക്ക് സ്ഥലം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അന്ന് നമ്മൾ വാക്ക് പറഞ്ഞിട്ട് പൈസ കൊടുക്കാൻ സാധിക്കാത്ത അവസരത്തിൽ അതിന്റെ പകുതി പൈസ ബഹുമാനനായ വരവും ദീപോക്കർ സാഹിബും അന്ന് ഞാൻ ഇവിടെ വീടെടുത്തുകൊണ്ടിരിക്കുമ്പോ ആ വീടിന് കല്ലിറക്കാൻ വെച്ച ആ പൈസയിൽ നിന്ന് 15,000 രൂപ ഞാനും 15,000 രൂപ പോക്കർ സാഹിബും കൊടുത്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന്റെ ആദ്യമായിട്ട് കുഞ്ഞുകുട്ടിയായിരിക്കാൻ സാധനങ്ങൾ അവിടെ സ്ഥലം വാങ്ങിയത്. അത് നിങ്ങൾക്ക് തറകെട്ടി കഴിയുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ തറ കെട്ടുമ്പോൾ പൈസ നമ്മൾ തരാമെന്ന് പറഞ്ഞു.